ഇന്ത്യയിൽ പരമ്പരാഗതമായി ഭക്ഷണാവശ്യങ്ങൾക്കും ഔഷധാവശ്യങ്ങൾക്കും ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ചെടിയുടെ പുറന്തലി, ഇലകൾ, വേരുകൾ, പഴങ്ങൾ ഇവയൊക്കെ വിവിധ ഭക്ഷ്യ ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും കണ്ടുവരുന്ന ഒരു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ഫലം കായ്ക്കുന്ന വൃക്ഷമാണ് ഫില്ലാന്തസ് ആസിഡസ്. കേരളം പോലുള്ള പ്രദേശങ്ങളിൽ നെല്ലിപ്പുളി, നെല്ലിക്കാപ്പുളി, ശീമനെല്ലി, ചതുരനെല്ലി, അരിനെല്ലി, പുളിനെല്ലി എന്നീ പേരുകളിലൊക്കെ ഇതറിയപ്പെടുന്നു. നെല്ലിപ്പുളിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യോപയോഗം, ഭക്ഷ്യോപയോഗം, പുനരുൽപാദനം എന്നിവയൊക്കെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ പ്രദേശങ്ങളിൽ ഓരോ സ്ഥലത്തിന്റെയും സാംസ്കാരിക തനിമയും ഭാഷാ വൈവിധ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ധാരാളം പേരുകളിൽ ഇതറിയപ്പെടുന്നു. ഒട്ടാഹൈറ്റ് നെല്ലിക്ക, മലായ് നെല്ലിക്ക, താഹിതിയൻ നെല്ലിക്ക, നാടൻ നെല്ലിക്ക, സ്റ്റാർ നെല്ലിക്ക, സ്റ്റാർബെറി, ആർബാരി, വെസ്റ്റ് ഇന്ത്യ നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്ക ട്രീ തുടങ്ങി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ധാരാളം പേരുകളിൽ അറിയപ്പെടുന്നു. ഇതിന്റെ പേരുകൾ എടുത്തു പറഞ്ഞാൽ അതൊരു എപ്പിസോഡിൽ ഒതുങ്ങാത്തതിനാൽ പ്രധാനപ്പെട്ട വളരെ കുറച്ച് പേരുകൾ മാത്രം പരാമർശിച്ചുകൊണ്ട് വീഡിയോ തുടരാം. കുറ്റിച്ചെടികൾക്കും മരങ്ങൾക്കും ഇടനിലയിലുള്ള സസ്യമായിട്ടാണ് നെല്ലിപ്പുളി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്നത്. ഒരു അലങ്കാര കുറ്റിച്ചെടിയായ ഇത് 10 മീറ്ററോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അതിൽ കൂടുതലോ ഉയരത്തിൽ വളരുന്നു. ഇതിന്റെ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല ഇനങ്ങൾ ഇന്ന് ഏഷ്യയിലുടനീളം കാണപ്പെടുന്നു. കൂടാതെ കരീബിയൻ മേഖലയിലും മധ്യ തെക്കേ അമേരിക്കയിലും ഇത് വ്യാപകമാണ്. ഇതിന്റെ ഉത്ഭവം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഇനം മഡ്ഗാസ്കറിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ദക്ഷിണേഷ്യയുടെ മറ്റു ഭാഗങ്ങളിലും ഇത് നേരത്തെ കണ്ടെത്തിയിരുന്നു. എഡ്വാർഡോ കിംസ്വാബിഗിന്റെ അഭിപ്രായത്തിൽ ചരിത്രാതീത കാലത്തു തന്നെ ഇത് ഫിലിപ്പീൻസിൽ എത്തപ്പെട്ടിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് കുറുകെ റീയൂണിയനിലേക്കും മൗറീഷ്യസിലേക്കും വ്യാപിക്കുകയും പസഫിക്കും കടന്ന് ഹവായ് വരെ എത്തുകയും ചെയ്തു. 1973 ക്യാപ്റ്റൻ വില്യം ബ്ലേക്ക് ഏഷ്യൻ ദ്വീപായ തിമോറിൽ നിന്ന് ജമൈക്കിലേക്കും ഈ പ്ലാന്റ് എത്തിച്ചു. അങ്ങനെ ഇത് കരീബിയൻ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. ഇത് കൂടാതെ ഇന്ന് ഓൾഡ് ഹാർബർ, സെന്റ് കാതറിൻ, ക്ലാരണ്ടൻ എന്നിവിടങ്ങളിൽ ഇത് വ്യാപകമായി കാണപ്പെടുന്നു. മറ്റ് വ്യാപകമായി കാണപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ഇന്തോനേഷ്യ, ലാവോസ്, മഡ്ഗാസ്കർ, മലേഷ്യ, മ്യാൻമർ എന്നീ ഏഷ്യാറ്റിക് രാജ്യങ്ങളിലാണ്. വടക്കേ അമേരിക്കൻ സംസ്ഥാനമായ ഫ്ലോറിഡയിലും ഇന്ന് ഈ മരം കണ്ടുവരുന്നു. ദക്ഷിണേന്ത്യ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ജനുവരിയിലാണ് ഇത് പ്രധാനമായും വിളവെടുക്കുന്നത്. അവിടെ പിന്നീട് ഏപ്രിൽ, മെയ് മാസങ്ങളിലും പിന്നീട് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലും വിളവെടുക്കുന്നു. കായ്കൾ പാകമാകുമ്പോൾ മൃദുവാകാത്തതിനാൽ ഫലങ്ങൾ കൊഴിഞ്ഞു തുടങ്ങുമ്പോഴാണ് വിളവെടുക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ സവിശേഷത കാരണം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇതിന്റെ വിളവെടുപ്പ് കാലാവധി വ്യത്യാസപ്പെടാം. ഈ വൃക്ഷത്തിന്റെ ഇത്രയും വിപുലമായ വ്യാപനത്തിനു കാരണം വൈവിധ്യമാർന്ന വിവിധതരം മണ്ണുമായി പൊരുത്തപ്പെടാനുള്ള ഇതിന്റെ കഴിവാണ്. എങ്കിലും നിങ്ങൾ വീട്ടുചെടിയായോ വാണിജ്യാടിസ്ഥാനത്തിലോ ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ ഈർപ്പം നിലനിർത്തുകയോ അല്ലെങ്കിൽ നീർവാർച്ചയുള്ള ഈർപ്പമുള്ള മണ്ണോ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം, പോഷകങ്ങളുടെ ആഗിരണം, വളർച്ച എന്നിവയ്ക്ക് മണ്ണിൽ ഉചിതമായ pH നില നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. വിവിധതരം മണ്ണിൽ വളരുമെങ്കിലും 5.5 മുതൽ 6.5 വരെയുള്ള ഒപ്റ്റിമൽ pH ലെവലാണ് ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഈ pH ലെവൽ അല്പം അമ്ലത്വവും നിഷ്പക്ഷവുമായ മണ്ണിനെ സൂചിപ്പിക്കുന്നു. ഭാഗിക സൂര്യപ്രകാശത്തെക്കാൾ പൂർണ്ണ സൂര്യപ്രകാശമാണ് ഈ ചെടി ഇഷ്ടപ്പെടുന്നത്. നെല്ലിപ്പുളി ഒരു നിത്യഹരിത സസ്യമാണ്. എല്ലായ്പ്പോഴും ഈ സസ്യത്തിൽ ഇലകൾ കാണപ്പെടുന്നു. ഈ ചെടി ഇടതൂർന്നതും കിരീടം പോലെ മുകൾ പടർപ്പുള്ളതുമാണ്. ഇതിന്റെ ശാഖകളുടെ അറ്റത്ത് ഇല കൊഴിയും പച്ച കലർന്ന 15 മുതൽ 30 സെന്റിമീറ്റർ വരെ നീളമുള്ള ശാഖകളുണ്ട്. ചെറിയ ഇലഞ്ഞെട്ടുകളും കൂർത്ത അറ്റങ്ങളുമുള്ള കുന്താകാരമോ അണ്ടാകാരമോ ആയ ഇതര ഇലകൾ ഇതിന്റെ ശാഖകളിൽ കാണുന്നു. ഇലകൾ 2 മുതൽ 7.5 സെന്റിമീറ്റർ വരെ നീളമുള്ളതും നേർത്തതുമാണ്. ഇവയുടെ മുകൾ ഭാഗം പച്ച കലർന്ന മിനുസമുള്ളതും അടിവശം നീല കലർന്ന പച്ചയുമാണ്. ഇതിന്റെ പൂക്കൾ ആണോ പെണ്ണോ ഹെർമോഫോഡൈറ്റോ ഒക്കെ ആകാം. അവ ചെറുതും പിങ്ക് കലർന്നതുമാണ്. 5 മുതൽ 12.5 സെന്റിമീറ്റർ വരെ നീളമുള്ള പാനിക്കിളുകളിൽ ഇത് കുലകളായി കാണപ്പെടുന്നു. പ്രധാന ശാഖകളുടെ ഇലകളില്ലാത്ത ഭാഗങ്ങളിൽ മരത്തിന്റെ മുകൾ ഭാഗത്ത് പൂക്കളുണ്ടാകുന്നു. പഴങ്ങൾ 6 മുതൽ 8 വരെ ദളങ്ങളുള്ളതും ഇടതൂർന്ന കൂട്ടങ്ങളോടെ ധാരാളമായി ഉണ്ടാകുന്നു. അവ ഇളം മഞ്ഞയോ വെള്ളയോ മെഴുകുപോലെ ഘടനയോ ഉള്ളതാണ്. ഇതിന്റെ മാംസളമായ ഭാഗം നല്ല പുളിപ്പാണ്. ഓരോ പഴത്തിന്റെയും മധ്യഭാഗത്ത് 4 മുതൽ 6 വരെ വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. ഭക്ഷ്യ ഔഷധ സസ്യമായതുകൊണ്ട് തന്നെ ഇതിന്റെ നല്ല വളർച്ചയ്ക്കും ഫലോത്പാദനത്തിനും വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്. 10ന്റെ തുല്യ അനുപാതത്തിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ സമീകൃത വളം NPK എന്നിവ അവശ്യ മൈക്രോ ന്യൂട്രിയന്റുകൾക്കൊപ്പം നൽകാം.
വളരുന്ന സീസണിൽ നിങ്ങൾക്ക് വളപ്രയോഗം നടത്താം. അതായത് വസന്തകാലത്തും വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ ചെടി സജീവമായി വളരുമ്പോഴോ പ്രായപൂർത്തിയായ ചെടികൾക്ക് പ്രതിവർഷം 100 മുതൽ 200 ഗ്രാം വരെ തോതിൽ വളം നൽകാം. വളപ്രയോഗം നടത്തുമ്പോൾ ചെടികളുടെ തണ്ടും ഇലയുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി ചെടിയുടെ ചുവട്ടിൽ വളം തുല്യമായി വിതറുക. വളം നൽകിയതിനു ശേഷം ചെടി നന്നായി നനയ്ക്കുക. ഇത് പോഷകങ്ങൾ മണ്ണിലേക്ക് കടക്കാൻ സഹായിക്കും. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവ പദാർത്ഥങ്ങളോ കായ്ക്കുന്ന സസ്യങ്ങൾക്കായി പ്രത്യേകം രൂപപ്പെടുത്തിയ ഓർഗാനിക് ഫോർമുലേഷനുകളോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും ചെടിയുടെ വളർച്ചയുടെ പ്രതികരണത്തെയും അടിസ്ഥാനപ്പെടുത്തി വർഷത്തിൽ 1-2 തവണ ഈ ചെടിക്ക് വളം നൽകാം. അമിതമായ വളപ്രയോഗം ഒഴിവാക്കേണ്ടതാണ്. അത് അമിതമായ പോഷകങ്ങളുടെ അസന്തുലിതാവസ്ഥ, പരിസ്ഥിതി മലിനീകരണം എന്നിവയ്ക്ക് കാരണമാകും. മുഞ്ഞ, മെലിബഗുകൾ, സ്കെയിൽ പ്രാണികൾ, ഫ്രൂട്ട് ഈച്ചകൾ എന്നിവയാണ് നെല്ലിപ്പുള്ളിയെ ബാധിക്കുന്ന കീടങ്ങൾ. വിഷമഞ്ഞ്, ഇലപ്പുള്ളി, ആന്ത്രാക്നോസ് ഇവയാണ് രോഗങ്ങൾ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും എയർ ലെയറിംഗ് വഴിയും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ഭക്ഷണ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഇതിന്റെ വേവിച്ച ഇലകൾ കഴിക്കുന്നു. ഈ പഴം ഫ്രഷായി കഴിക്കുകയും ഇന്തോനേഷ്യയിലെ മറ്റു വിഭവങ്ങളോടൊപ്പം സ്വാദിനായും ഇത് ഉപയോഗിക്കുന്നു. ഇത് പഞ്ചസാര ചേർത്തോ ഉപ്പിലിട്ടോ അച്ചാറാക്കിയോ ചട്നിയാക്കി അരച്ചെടുത്തോ ഒക്കെ ഉപയോഗിക്കുന്നു. ഫിലിപ്പീൻസിൽ ഇത് വിനാഗിരി ഉണ്ടാക്കാനും പച്ചയ്ക്ക് കഴിക്കാനും ഉപയോഗിക്കുന്നു. ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി എന്നിവയിൽ കുതിർത്ത് ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിലെയും ഭൂപ്രദേശങ്ങളിൽ വഴിയരികിൽ വിൽക്കാൻ ഉപയോഗിക്കുന്നു. ഇത് കാൻഡിഡ് ആണ്. സാധാരണയായി സിറപ്പ് ഉണ്ടാക്കി ജാറുകളിൽ സൂക്ഷിക്കുന്നു. മലേഷ്യയിൽ ഇത് സിറപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അതുകൂടാതെ ധാരാളം പഞ്ചസാര ചേർത്ത് പഴച്ചാറാക്കുകയും ചെയ്യുന്നു. തായ്ലൻഡിൽ സോംടോം ഉണ്ടാക്കുന്നതിനും അച്ചാർ ഉണ്ടാക്കുന്നതിനും സിറപ്പിൽ തിളപ്പിക്കുന്നതിനും ഇത് ഒരു ചേരുവയായി ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ തായ്ലൻഡിൽ ഇതിന്റെ പഴങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ പാക്ക് ചെയ്ത് വിൽക്കുന്നു. വിവിധ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിലുടനീളം ഇതിന്റെ പഴങ്ങൾ വിവിധ പാചക രീതികളിൽ ഉപയോഗിക്കുന്നുണ്ട്. മധുരം ചേർത്ത ഉണക്കിയ പഴങ്ങൾ ജാം ഉൽപ്പാദിപ്പിക്കുന്നതിന് മറ്റു പഴങ്ങളുമായി സംയോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ കേരളം പോലുള്ള പ്രദേശങ്ങളിൽ പാചകങ്ങളിൽ പുളിക്കും ഇതിന്റെ തനത് രുചിക്കും വേണ്ടി വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. പരമ്പരാഗത ഉപയോഗങ്ങളിൽ വിലപ്പെട്ട ഔഷധ സ്രോതസ്സായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിനെപ്പറ്റി നടത്തിയ ഔഷധ പരീക്ഷണങ്ങളിൽ ഇതിന്റെ പരമ്പരാഗത ഉപയോഗങ്ങൾ പരിശോധിക്കാൻ പര്യാപ്തമായവയല്ല. ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെ ബയോ അസിഗേഴ്സ് ഐസൊലേഷൻ, വിശദമായ ഫാർമക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ക്ലിനിക്കൽ പഠനങ്ങൾ, ഇതിന്റെ വിഷാംശ ഗവേഷണം തുടങ്ങിയ പരമ്പരാഗത അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കാൻ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. ഇതിന്റെ പഴം വിവിധ തരം പോഷകങ്ങളുടെ ഉറവിടമാണ്. ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്, കഫിക് ആസിഡ്, അഡിനോസിൻ, കെംഫറോൾ, ഹൈപ്പോഗാലിക് ആസിഡ്, അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ ബി, പഞ്ചസാര, ഫിനോളിക് ആസിഡുകൾ, ഇരുമ്പ്, കാൽഷ്യം, മാംഗനീസ്, പൊട്ടാസ്യം, സിങ്ക് എന്നിവ ഈ പഴത്തിൽ കണ്ടെത്തിയ ധാതുക്കളാണ്. ഇതിന്റെ പുറംതൊലി, ഇലകൾ, വേരുകൾ, പഴങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഫൈറ്റോ കെമിക്കൽ വിശകലനത്തിൽ ഈ ചെടിയിൽ കണ്ടെത്തിയ ബയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് റൈറ്റർപീൻ, ഡിറ്റർപീൻ, ഡെക്കിറ്റർപീൻ, ഗ്ലൈക്കോസൈഡുകൾ എന്നിവ. വിവോ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ്, ഹൈപ്പോഗ്ലിസമിക്, ഇൻവിട്രോ ആന്റി ഓക്സിഡന്റ്, ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്ററി, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി മൈക്രോബയൽ തുടങ്ങിയ വിവിധ ഫാർമക്കോളജിക്കൽ പ്രവർത്തനവും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുരുമുളകിലിട്ട ഇതിന്റെ ഇലകൾ സയാറ്റിക്ക, ലാബാഗോ തുടങ്ങിയ വാതരോഗങ്ങളുടെ ചികിത്സിക്കാൻ ഇതൊരു പോൾട്ടീസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പോൾട്ടീസ് എന്ന് പറയുന്നത് മരുന്ന് തുണിയിൽ വിരിച്ച് വേദനാ സംഹാരത്തിനായി ചർമ്മത്തിൽ വെക്കുന്ന ചികിത്സാ രീതിയാണ്. പോൾട്ടീസ് എന്ന വാക്ക് ഗ്രീക്ക് പദമായ പോൾട്ടോസ് എന്നതിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഇത്രയും എടുത്തു പറയാൻ കാരണം ഓരോ പ്രാദേശിക സംസ്കാരത്തിലെയും ചികിത്സാ രീതിയും പദപ്രയോഗവും വ്യത്യസ്തമായതുകൊണ്ടാണ്. ഇതിന്റെ വിത്തുകളും വേരുകളും മലവിസർജനം സുഗമമാക്കാൻ ഒരു ഔഷധമായി ഉപയോഗിക്കുന്നു. ഒരു ശുദ്ധീകരണത്തിനായി ആമാശയത്തിന് മരുന്ന് നൽകാൻ ഇതിന്റെ സിറപ്പ് ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഈ പഴം കരളിന് രക്തം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതിനായി ഒരു ലേഹ്യം ഉണ്ടാക്കുന്നു. അതിലെ പ്രധാന ഇനം ഈ നെല്ലിപ്പുളിയാണ്. കുട്ടികൾക്ക് അവരുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഈ ലേഹ്യം ഉപയോഗിക്കുന്നു. പരമ്പരാഗത ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും നെല്ലിപ്പുളി നിരവധി ആരോഗ്യ ഗുണങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഫിലാന്തോസ് ആസിഡസ് ദഹനാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതായി പറയപ്പെടുന്നു. ദഹനക്കേട്, അസിഡിറ്റി, വായുവിന്റെ ദഹന പ്രശ്നങ്ങൾ ലഘൂകരിക്കാനുമൊക്കെ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നു. അതിന് ഈ ചെടിയുടെ ഇലകളും പഴങ്ങളും പരമ്പരാഗത കാലം മുതലേ കഴിച്ചു വരുന്നു. അങ്ങനെ ദഹനത്തെ സഹായിക്കുന്നതിന് ഹെർബൽ ഉൽപ്പന്നങ്ങളിൽ ഇത് ഉപയോഗിക്കാം. ആയുർവേദ വൈദ്യത്തിൽ ഫിലാന്തോസ് ആസിഡസ് അതിന്റെ ഹൈപ്പോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. കരളിനെ വിഷമുക്തമാക്കാനും കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കരളിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കരളിനെ പിന്തുണയ്ക്കുന്ന വിവിധ ഔഷധ ഫോർമുലേഷനുകളിൽ ഇത് ഉപയോഗിക്കുന്നു.
വൈറ്റമിൻ സി, ഫ്ലവനോയിഡുകൾ എന്നിവയുൾപ്പെടെ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണിത്. ഈ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിന് ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു. അതുവഴി ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും കോശങ്ങളെ സംരക്ഷിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും പ്രകടിപ്പിക്കുന്നു. അത് വീക്കം കുറയ്ക്കുകയും അനുബന്ധ ലക്ഷണങ്ങളെ ലഘൂകരിക്കുകയും ചെയ്യുന്നു. സന്ധിവാതം, ചർമ്മരോഗങ്ങൾ തുടങ്ങിയ കോശജ്വലന അവസ്ഥകൾ കൈകാര്യം ചെയ്യാൻ ഇത് പരമ്പരാഗതമായി തന്നെ ഉപയോഗിക്കുന്നു. ഇത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ചെടിയിൽ നിന്നുള്ള പഴങ്ങളോ പച്ചമരുന്നുകളോ പതിവായി കഴിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കും. ആയുർവേദത്തിൽ മൂത്രരോഗങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നു. ഇതിന് ഡൈയൂറിക് ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് മൂത്രത്തിന്റെ അളവ് കൂട്ടുകയും മൂത്രനാളിയിലെ അണുബാധകളും വൃക്കയിലെ കല്ലുകളും ലഘൂകരിക്കാനും സഹായിക്കും. ഇത് നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ചൈതന്യവും ഊർജവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫലപ്രദമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ശരീരത്തെ പുനർജീവിപ്പിക്കാനും ഊർജ്ജനിലയും മൊത്തത്തിലുള്ള ആരോഗ്യവും മെച്ചപ്പെടുത്താനും ഇത് ഒരു ടോണിക്കായി ഉപയോഗിക്കുന്നു. മുൻപ് പറഞ്ഞ ഗുണങ്ങളെല്ലാം സിദ്ധവൈദ്യവും ആയുർവേദവും ഊന്നി പറയുന്നുണ്ട്. എങ്കിലും ഔഷധാവശ്യങ്ങൾക്കായി നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ വിദഗ്ധോപദേശം തേടേണ്ടതാണ്. പക്ഷേ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഇത് ഒരു സമീകൃത ആഹാരമായി ഉപയോഗിക്കാം. കാരണം കാര്യമായ വിഷസംയുക്തങ്ങളൊന്നും തന്നെ ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ വീണ്ടും ഞങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെയും ഔഷധങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവൃത്തിപ്രവർത്തനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നെല്ലിപ്പുളി ഔഷധമായി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ ബന്ധപ്പെടാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. നെല്ലിപ്പുളിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.